സ്റ്റീഫനും അവർ ടീമായിട്ട് കൂടാതെ നടത്തിയതിൻ്റെ എല്ലാം തെളിവിട്ടിട്ടുണ്ട്. ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുർബലനാകുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ ആണ് നമ്മൾ ദൈവത്തിലേക്കും വിശ്വാസത്തിലേക്കും കൂടുതൽ അടുക്കുന്നത്. എന്നാൽ ഈ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കാൻ ചില വ്യാജന്മാർ സമൂഹത്തിൽ കാത്തു നിൽപ്പുണ്ട്. കൊട്ടാരക്കര പുത്തൂരിൽ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച മൂരാരി തന്ത്രി എന്ന രാജൻ ബാബുവിൻ്റെ കഥ അത്തരത്തിൽ ഒന്നാണ്. താന്ത്രിക വിദ്യയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ജനതയെ മുഴുവൻ പറ്റിച്ചത്? ഇത്തരം വ്യാജന്മാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് മാനസികമായി തളർന്നിരിക്കുന്ന കുടുംബങ്ങളെയാണ്. ഭക്തിയുടെയും കർമ്മങ്ങളുടെയും പേരിൽ ഇവർ തങ്ങൾക്ക് ചുറ്റും ഒരു പരിവേഷം നിർമ്മിച്ചെടുക്കുന്നു. രാജൻ ബാബു എന്ന വ്യക്തി മൂരാരി തന്ത്രി എന്ന പേര് സ്വീകരിച്ചത് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു മാന്യതയും ഭയഭക്തിയും ഉണ്ടാക്കിയെടുക്കാനാണ്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് താന്ത്രിക വിദ്യകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. ഭക്തി എന്നത് വെറുമൊരു വേഷം മാത്രമായിരുന്നു. ബാധ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ പൂജ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇരകളെ തിരഞ്ഞെടുക്കുന്നു. ഈ കേസിലും കണ്ടത് അതാണ്. പൂജാമുറി എന്ന പേരിൽ പെൺകുട്ടിയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പെൺകുട്ടി തലയടിച്ച് വീണത് ബാധ ഒഴിപ്പിക്കുന്നതിനിടെ സംഭവിച്ചതാണെന്ന പച്ചക്കള്ളമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ എന്തിനാണ് ബാധ ഒഴിപ്പിക്കുന്നത് എന്ന് പോലീസിൻ്റെ ചോദ്യത്തിന് മൂരാരി തന്ത്രിക്ക് മറുപടിയായി വാക്കുകൾ ലഭിച്ചിരുന്നില്ല. ആസൂത്രിതമായി ലൈംഗിക വൈകൃതങ്ങൾ തീർക്കാൻ ഇവർ വിശ്വാസത്തെ പടച്ചട്ടയാക്കുകയാണ് ചെയ്യുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല, ഇത്തരം വ്യാജന്മാരുടെ പ്രധാന ലക്ഷ്യം വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ്. മൂരാരി തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലാകുമ്പോഴും താൻ നിരപരാധിയാണെന്നും മറ്റുള്ളവർ തന്നെ കുടുക്കിയതാണെന്നും വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടി ഇയാൾക്ക് ഇപ്പോഴുമുണ്ട്. തെളിവെടുപ്പ് സമയത്ത് പോലും താൻ ചെയ്ത ക്രൂരതയിൽ ഒരു തരി കുറ്റബോധം പോലും ഈ പ്രതി പ്രകടിപ്പിക്കുന്നത് കണ്ടില്ല. നമ്മുടെ സമൂഹത്തിന് ഇതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്? അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ ബലി കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയും അന്തസ്സുമാണ്. ആത്മീയത എന്നത് ഒരിക്കലും അടച്ചിട്ട മുറികളിലെ അതിക്രമമല്ല. വേഷവും പേരും നോക്കി ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവരുടെ പശ്ചാത്തലം ചിന്തിക്കുക. ശാസ്ത്രബോധവും യുക്തിചിന്തയും കൈവിടാതെ ഇത്തരം വ്യാജതന്ത്രിമാരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സമാനമായ ചതിക്കുഴികളിൽ മറ്റാരും ചെന്ന് പെടാതിരിക്കട്ടെ. ഒരാൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇത്തരം വ്യാജതന്ത്രിമാരുടെ അടുത്ത് പോയി പരിഹരിക്കാൻ ശ്രമിക്കുന്നവർ എത്തരത്തിലുള്ള മണ്ട ശിരോമണികളാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ തേടേണ്ട കാര്യം ഇത്തരം ആളുകളുടെ പക്കലെത്തി അവരുടെ അഭിമാനവും അന്തസ്സും പണവും ചൂഷണം ചെയ്യുന്നതിന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ വിവരമില്ലായ്മയിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മൂരാരി തന്ത്രിയുടെ കാര്യത്തിൽ പറയാനുള്ളത്, ഇയാൾ ഇപ്പോഴും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും തന്നെ കുടുക്കിയതാണെന്നും ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമാണുള്ളതെന്നും ഉറച്ചു നിൽക്കുന്ന ഇയാളുടെ ഈ മനക്കെട്ടി എങ്ങനെ ഇയാൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കാരണം വ്യക്തമായ തെളിവുകൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടും ഇത്തരം വാദങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഇയാളിൽ ഉണ്ടാകുന്നത്? ഒരു വേളയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ശാസ്ത്രജ്ഞർ പോലും തന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞ മൂരാരി തന്ത്രി പല വേളകളിൽ വിടുവായത്തങ്ങൾ വിളിച്ച് വിളമ്പി വേദികളിൽ നാണം കെട്ടു പോയ ഒരാളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇത്തരം സാഹചര്യങ്ങൾ പോലും അറിയാതെയാണ് ചിലർ ചെന്ന് പെട്ടുപോകുന്നത്.